ഹലോ ഗൈസാ, ഒരു ബാലരമ വാങ്ങി. ഒരു നൊസ്റ്റാൾജിക് സാധനമാണ്. നമ്മൾ കടയിൽ പോയപ്പോൾ അവിടെ ബാലരമ കണ്ടു. അപ്പോൾ ഇത് ചുമ്മാ നോക്കി വെക്കുക. ഇതായിട്ട് ബാലരമ മെയ് 10 വില 25 റുപ്യ. കേട്ടാ, നമ്മുടെ തൊട്ടാപ്പീനൊക്കെ ട്രൗസർ ഇട്ട് കൊടുത്തതും ഒക്കെ ഉള്ള. അതിന് ശേഷമൊന്നും നമ്മൾ ബാലരമ അങ്ങനെ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല, വാങ്ങിയിട്ടില്ല. അപ്പോൾ വാങ്ങി നോക്കണതാണ്. ഇതിലെന്ത് സാധനം, ഇതിലെന്തൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതെന്തത്? സ്ക്രാച്ച് ഐ മീൻ വാലിറ്റിൽ 30/6 ജൂൺ 30 നോക്കി നോക്കട്ടെ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ആയിരിക്കും. അത് അല്ലെങ്കിൽ നമ്മൾ എവിടെ പരിപാടി ഏൽപ്പിച്ചാൽ ഇങ്ങനെ നമുക്ക് അതിനുള്ള തൊണ്ടുഭാഗ്യമൊന്നുമില്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം തേങ്ങയാണ്. ഇതാ അടുത്ത് ഫസ്റ്റ് കഥ കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ ഈ ബാലരമയൊക്കെ കിട്ടാനേ കരഞ്ഞ് വാശി പിടിച്ചിട്ട് കിട്ടിയില്ല. അന്ന് എത്ര 5 റുപ്യ എന്തായിരുന്നു, 5 റുപ്യയുടെ അത് കിട്ടാനില്ലായിരുന്നു, വാങ്ങാൻ വഴിയില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ പറങ്കണ്ടിയില്ലേ, പറങ്കണ്ടിയൊക്കെ വിറ്റിട്ട് അതിൽ കിട്ടണ കാശ് കൊണ്ടൊക്കെ ബാലരമയൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിരുന്നു ഏപ്രിൽ ടൈമിലൊക്കെ. എന്നിട്ട് കുറച്ച് പടക്കവും വാങ്ങും. ഇന്ന് ഒരു പടക്കത്തിന് തന്നെ 3 റുപ്യ എന്തോന്ന്. അന്ന് 10 റുപ്യക്ക് പടക്കം കിട്ടിയായിരുന്നു. എത്ര, ഒരു 10-15 എണ്ണം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്താണ് ആവശ്യമുള്ള വരം. ഇതെന്താ സാധനം, ഭൂതമാണ് തോന്നുന്നു. ഇതെന്താ സാധനം ഇത്? നോക്കട്ടെ, നോക്കി കേട്ടോ. ഒരിക്കൽ മുമ്പത്തെ വേറൊരു കാര്യം കിട്ടും. നമ്മളിങ്ങനെ കണ്ടിട്ട് അടുത്ത പേജിൽ എന്താ സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ ചിത്രകഥകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ആലോചിക്കും അടുത്ത പേജിൽ എന്താ സംഭവിക്കുക. എന്നിട്ട് ഇമാജിൻ ചെയ്തിട്ടാണ് അടുത്ത് മറച്ചു നോക്കുക. അങ്ങനെയുള്ള സൈക്കോ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതെന്താ സാധനം നോക്കാം. ആവശ്യമുള്ള വരം. കുട്ടിച്ചാത്തൻ്റെ എന്തോ കഥയാണ് നോക്കാം. ഒരിക്കൽ അബു എന്ന മീൻപിടുത്തക്കാരന് ഒരു കുടം കിട്ടി. കുടം തുറന്നപ്പോഴോ അതാ വരുന്നു ഒരു ഭൂതത്താൻ. ടണ്ടടേ, ഇഷ്ടമുള്ള ഒരു കാര്യം ചോദിച്ചോളൂ, ഞാൻ സാധിച്ചു തരാം, ഭൂതത്താൻ പറഞ്ഞു. കേടാകാത്ത വഞ്ചിയും വലയും തന്നാൽ മതി. അങ്ങനല്ല, കേടാകാത്ത വഞ്ചിയും വലയും തന്നാൽ മതി, ഞാൻ ആവശ്യത്തിന് മീൻ പിടിച്ച് സന്തോഷത്തോടെ ജീവിച്ചോളാം, അബു പറഞ്ഞു. അത് കേട്ട ഭൂതം പറഞ്ഞു, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാത്ത നിങ്ങളൊരു മണ്ടനാണല്ലോ. ഒരു കുടം സ്വർണമോ വലിയ വീടോ ഒക്കെ ചോദിക്കാമായിരുന്നു. ആലോചിച്ച് പറയൂ, എന്താണ് വേണ്ടത്. അത് കേട്ട അബു പറഞ്ഞു, ഞാൻ ആലോചിച്ച് തന്നെയാണ് എൻ്റെ ആഗ്രഹം പറഞ്ഞത്. ജോലി എടുക്കാതെ കിട്ടുന്ന എന്തും ആരെയും മടിയനാക്കും എന്ന് എനിക്കറിയാം. വള്ളവും വലയും കിട്ടിയാൽ അതുപയോഗിച്ച് എനിക്കെൻ്റെ ജോലി നന്നായി ചെയ്യാമല്ലോ. ഭൂതം തെറ്റ് സമ്മതിച്ചു. ഒരിക്കലും കേടാകാത്ത വള്ളവും വലയും അബുവിന് കൊടുത്തു. അത് ശരി, അങ്ങനെയല്ലേ. നമ്മൾ അബു ആണെങ്കിലുണ്ടല്ലോ ഭൂതത്തിനെ വെറുപ്പിച്ചിട്ടുണ്ടാവും. ആദ്യം ഒരു അടിപൊളി ബിരിയാണി കൊടുക്കും. നോക്കട്ടെ. അടികൊണ്ട കഴുത. അത് കഴുത, ഇത് കുരങ്ങനല്ലേ? അതാ കഴുതല്ലേ. ട്രൗസറൊക്കെ ഇട്ടിട്ട് ഷർട്ട് കണ്ടോ, മാജാവിയിലെ ഷർട്ടാണ് ഇത്. ഇതൊക്കെ കഴുത കേട്ടോ. അടിയേറ്റതാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇത് കുറേ ഉണ്ട്, ഒരു ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം.